മൊത്തത്തിൽ ഏകദേശം എത്ര സീരിയൽ ചെയ്തിട്ടുണ്ട്? അങ്ങനെ കൃത്യമായിട്ടൊരു എണ്ണം ഇല്ല. കാരണം ഒരു നമ്മളെ ഞാൻ കുറെ നാൾ അതിന്റെ എണ്ണം വെച്ചിരുന്നു. വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ല. ഒരു എന്തായാലും ഒരു 80-നും 100-നും ഇടയ്ക്ക് വരുമെന്നാണ് എന്റെ വിശ്വാസം. 80 to 100 മെഗാ സീരിയൽസ്. ബാപ്പരേ, അപ്പൊ എത്ര വർഷമായിട്ട് പ്രേക്ഷകർ സഹിച്ചോണ്ടിരിക്കുക ചേച്ചി. ചേച്ചി കാണാറുണ്ടാവില്ലേ എല്ലാ സീരിയൽസും അല്ലേ? അപ്പോൾ ഈ പ്രേക്ഷകരെ ഒരുപാട് എന്താ പറയാ, ഇങ്ങനെ കൂടുതൽ ഒരുപാട് അങ്ങനെ നമ്മളെ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ, വിഷമിപ്പിച്ചിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ ഇമോഷണലി അത്യാവശ്യം ശരിക്കും വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ലേ, പാവാണോ റിയൽ ലൈഫില്? എങ്ങനെയാണ് സാൻ ചേട്ടനെ കുറിച്ച് ചോദിച്ചാലൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുക? ആള് ഭയങ്കര പോസിറ്റീവാണ്. എന്താ എന്ത് പ്രോബ്ലംസ് വന്നാലും അത് ഫേസ് ചെയ്യുന്ന രീതി, ഇപ്പൊ ഞാൻ ഡൗൺ ആയാലും ആളത് ഓക്കെ ആക്കി എടുക്കും. അങ്ങനെ ഫുൾ സപ്പോർട്ടീവ് എല്ലാം കൂടെ ഉണ്ട്. ഓ, അപ്പൊ ഈ 19 ഇയേഴ്സിന്റെ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന കുട്ടികൾ 2 പേരാണ്. അവരെ കുറിച്ചും കൂടെ പറയൂ. അവരുടെ പേര് അതെന്ത് പറ്റി? മൂത്തയാള് ഡിഗ്രിക്കാ പഠിക്കണം, അതുകൊണ്ട് പറയാറില്ല. അങ്ങനെ അവള് മൂത്തയാള് മാളവിക, അവള് ഡിഗ്രി ഫസ്റ്റ് ഇയർ എറണാകുളത്ത് രാജഗിരി കോളേജിലാണ് പഠിക്കുന്നത്. കണ്ടാ പറയില്ല കേട്ടോ, നിങ്ങൾ രണ്ടുപേരും കണ്ടാ പറയില്ല ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയുണ്ടെന്ന്. BSc സൈക്കോളജിയാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ആള് 6th, അവളൊരു മീനാക്ഷി. മാളവിക, മീനാക്ഷി, ബ്യൂട്ടിഫുൾ നെയിംസ്. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ഇത് കളിക്കാനുള്ള ഒരു കാര്യമല്ല കല്യാണം, അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണെന്നൊക്കെ. പക്ഷെ നമ്മളെല്ലാരും കല്യാണം കഴിക്കുന്നത് നമ്മുടെ എത്രയോ ഏർലി സ്റ്റേജിലാണ്. അന്നേരം ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ? എനിക്ക് 25.5 വയസ്സുള്ളപ്പോഴാണ് അമ്മ പിടിച്ച് കെട്ടിച്ചത്. ഒരു കാര്യമില്ലാണ്ട് എനിക്ക് ഒരു സീരിയസ്നെസ് ഇല്ലായിരുന്നു. സീരിയസ്ലി എനിക്ക് മെന്റലി ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു. അമ്മ പറഞ്ഞ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. അപ്പം പോക്ക് അത്ര ശരിയായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും അമ്മ പിടിച്ച് കെട്ടിച്ചിട്ടുണ്ടാവുക. കുറച്ചൊക്കെ അല്ല, എന്നാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്താ പറയാ, അമ്മ പറഞ്ഞ് നമ്മളൊന്ന് ഇപ്പൊ അച്ഛന്റെ അസുഖവും മരണവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഈ ജോലി കിട്ടി, ഇനിയിപ്പോ സീരിയലുമായിട്ട് മുമ്പോട്ട് പോവാണ്, ഒരുപാട് നായികമാര് കൂടെ ഉണ്ടാവും. അപ്പം ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ശരിക്കും പെട്ടെന്ന് കെട്ടിച്ചത്. ഞാൻ ഒട്ടും മെച്ചോർഡല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മാളു ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ പറയുന്ന പോലെ ഒരു മെച്യൂരിറ്റി വന്നത്. ഞാൻ വല്ല സത്യമായിട്ടും ഈ പറയുന്ന പോലെ ആണുങ്ങളെ ഈ പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കരുത്. പിന്നെ ഏത് പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കണം? 28-29 ഒക്കെ ഓക്കെ കേട്ടോളൂ. 25 വയസ്സിൽ ആരും കല്യാണം കഴിക്കാൻ പാടില്ല, ഒരിക്കലും കല്യാണം കഴിക്കരുത്. ഞമ്മള് ഒരു 28-29 വയസ്സിൽ ആണുങ്ങൾ കല്യാണം കഴിക്കുക. പെണ്ണുങ്ങൾക്കും അതേപോലെ തന്നെ ഒരു 25-26 വയസ്സെങ്കിലും പെണ്ണുങ്ങൾക്ക് വേണം. അപ്പൊ ചേച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 23. പക്ഷെ 23 ആവുമ്പോഴും മെച്ചുവേർഡ് ആണ്. അത് അങ്ങനെയാണ്.